ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ സ്റ്റാർ സീനിയാണ്. നല്ല ഭംഗിയുള്ള സ്റ്റാർ സീനിയ. ഞാൻ ഇടയ്ക്ക് 4 കളറ് ഓർഡർ ചെയ്ത് വരുത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇതാണ്. എല്ലാത്തിലും നിറയെ ഫ്ലവറൊന്നും ആയിട്ടില്ല, എല്ലാത്തിലും മുട്ടൊക്കെ വന്നിട്ടുണ്ട്. പൂക്കാനായിട്ടുള്ള ഇതായി, ചിലതിലൊക്കെ ഫ്ലവറും ആയിട്ടുണ്ട്. നല്ല ഭംഗിക്ക് നല്ലതായിട്ടിങ്ങനെ ഇതിൻ്റെ കെയറിങ്, ഇതിൻ്റെ കട്ടിങ് വെച്ചാൽ നമുക്ക് കട്ടിങ് വെച്ചിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇത് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഞാൻ കട്ടിങ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കട്ടിങ് മാറ്റി കുത്തി പിടിപ്പിച്ചതാണ് ഈ പ്ലാന്റ്. ഇത് നമുക്കിന്ന് പോട്ട് ചെയ്യണം. പോട്ട് ചെയ്യുന്ന രീതിയിലൊന്ന് കാണിക്കാം. പിന്നെ സീനിയുടെ കളറ് ഇതൊരു മഞ്ഞ കളറാണ്. നല്ല ഭംഗിക്ക് നിറയെ മുട്ട നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് ഒരു വൈറ്റാണ്, അതിൽ കുറച്ച് ഫ്ലവറേ ആയിട്ടുള്ളൂ. വൈറ്റാണ്. ഇത് നല്ല ഓറഞ്ച് കട്ട ഡാർക്ക് കളറ് ഓറഞ്ച്. ഇത് ഒരു മഞ്ഞ അതിൽ കട്ട ഒരു ഇളം ഓറഞ്ച് എന്ന് പറയാം, അങ്ങനത്തത്. അങ്ങനെ 4 കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. എൻ്റെ കട്ടിങ് വെച്ച് പിടിക്കുമെന്നൊക്കെ ഡൗട്ടായിരുന്നു. പക്ഷേ കൊണ്ടുവന്ന ഉടനെ ഞാൻ കട്ടിങ് 4 പ്ലാന്റിൻ്റെയും കട്ടിങ് എടുത്ത് മാറ്റി വെച്ച് നല്ല ബുഷിയായിട്ട് നല്ലതായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ചെടിക്ക് മഴയത്തും വെയിലത്തും നമുക്ക് ഒരുപോലെ വയ്ക്കാമേ. വെയിൽ നല്ലതായിട്ട് വേണം, ഒരുപാട് വെയിൽ, എത്ര വെയിൽ കിട്ടിയാലും ഇതിന് നല്ലതാണ്. നിറയെ ഫ്ലവർ ഇടാൻ ഇതിന് വെയിൽ വേണം. അതുപോലെ വേനലുള്ള സമയത്ത് 2 നേരം വെള്ളം കൊടുക്കണം. പെട്ടെന്നങ്ങ് വാടി തളർന്നു പോകുന്ന ഒരു പ്ലാന്റാണ് ഇത്. അതുകൊണ്ട് 2 നേരം നമുക്ക് വെള്ളം കൊടുക്കണം ഈ പ്ലാന്റിന്. എന്നാൽ നല്ല വെയിലും കിട്ടണം, എന്നാലേ നിറയെ പൂക്കുള്ളൂ. നല്ല ഭംഗിക്ക് ആരെങ്കിലും കയ്യിൽ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ കട്ടിങ് വെച്ചിട്ട് മറ്റേ ഇതിൻ്റെ സീഡിൽ നിന്ന് എത്രത്തോളം വേറെ പുതിയ പ്ലാന്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സീഡൊന്നും ആയിട്ടില്ല, ഇത് പുതിയതായിട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ആയതല്ലോ. അപ്പോൾ കട്ടിങ്ങിൽ വെച്ചിട്ട് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ പറയണത്. പുതിയ ടൈമിൽ സീഡ് നോക്കിയിരുന്ന് ഒരുപാട് താമസമാണ്. അതിനേക്കാളും നമുക്ക് പെട്ടെന്നത് തൈയാക്കി എടുക്കാം. കട്ടിങ് ഒരു ഇതുമില്ല, നല്ലതായിട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് വളം കൊടുക്കണത് NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ അല്പം ഇട്ട് കൊടുക്കാം. നിർബന്ധമില്ല. നീർവാർച്ച വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണാണ് ഈ പ്ലാന്റിന് ആവശ്യം. ഇത് നമുക്ക് ഇനി പോട്ട് ചെയ്യണമെന്ന് കാണിക്കാം. പോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള നീർവാർച്ചയുള്ള മണ്ണാണ്. മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി, അല്പം എല്ലുപൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കും കൂടെ അല്പം ഇട്ടിട്ടുണ്ട്. നമുക്ക് പോട്ട് ചെയ്യാം. നല്ല ഭംഗിയുള്ള നിറയെ ഫ്ലവർ വരുന്ന ഒരു ചെടിയാണ്. കൂട്ടുകാർ എവിടെയെങ്കിലും കിട്ടുന്നില്ല ഈ പ്ലാന്റ് വാങ്ങിച്ച് എല്ലാവരും വെക്കണേ. മുറ്റത്തൊന്നും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതൊരു നല്ലൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ്. മഴയായാലും വെയിലായാലും കുഴപ്പമില്ലല്ലോ, നല്ല ഭംഗിയായിട്ട് പിടിച്ച് കിട്ടും. ഇതിന് എത്തി നമുക്ക് ഇടയ്ക്കെത്തി സാഫ് കൊടുക്കാം. പെട്ടെന്നൊന്നും വേറെ കംപ്ലൈൻറ്റോ കേടുകളൊന്നും വരുന്ന പ്ലാന്റ് അല്ല, എന്നാലും ഇടയ്ക്കെത്തി ഒന്ന് സാഫ് കൊടുക്കണം. നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ വയ്ക്കണം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.